നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കും. പക്ഷെ നമ്മുടെ മനസ്സും അതുപോലെ ആയിരിക്കണം. നമ്മൾ അമ്മയുടെ എന്തെങ്കിലും ചോദിച്ചിട്ട് വാങ്ങി വേറൊരാളിനെ ദുഷിച്ച രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. കടുത്ത വെയിലിലും പ്രായഭേദമന്യേ ഭഗവതിയെ ഒരു നോക്ക് കാണാൻ നിരവധി ഭക്തരാണ് എത്തുന്നത്. പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം മാർച്ച് 3-നാണ് നടക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരെ സ്വീകരിക്കാനായി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വിപുലമായ ഒരുക്കങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ 3 ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുക. തിരുവനന്തപുരം നഗരം പൊങ്കാല അർപ്പിക്കാനും ഭഗവതിയെ തൊഴാനും എത്തുന്ന ഭക്തരാൽ നിറയും. നഗരവീഥികളും വീടുകളിലും പൊങ്കാലകൾ നിറയുമ്പോൾ നഗരമാകട്ടെ ഭക്തർക്ക് ആതിഥ്യമരുളും. കഴിഞ്ഞ 23-നാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിച്ചത്. മാർച്ച് 3-ന് രാവിലെ 9:45-നാണ് അടുപ്പിൽ തീ പകരുന്നത്. ഉച്ചയ്ക്ക് 2:15-നാണ് പൊങ്കാല നിവേദ്യം. അന്ന് രാത്രി ദേവിയുടെ പുറമെഴുന്നള്ളത്ത് കഴിഞ്ഞ് മാർച്ച് 4-ന് 12:45-ന് നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്നാൽ എല്ലാ വർഷവും പൊങ്കാല ഇട്ടിട്ട് ഇപ്പൊ ഇടാൻ പറ്റാത്ത നിരവധി പേരുണ്ട്. അങ്ങനെ 2 അമ്മമാരാണ് എന്റെ കൂടെ ഉള്ളത്. എന്തൊക്കെയുണ്ട് പൊങ്കാലയായിട്ട് വിശേഷങ്ങൾ? പൊങ്കാല വിശേഷം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിശേഷങ്ങളാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് എനിക്കിപ്പോൾ 76 വയസ്സായി. 76 വയസ്സായി. ഒരു 6 വർഷം കൊണ്ട് തന്നെ പൊങ്കാല ഇടാത്തത്. അതുകൊണ്ട് ഇന്ന് അമ്മയെ കാണാൻ വന്നു. ഈ അടുപ്പിച്ച് എല്ലാ ദിവസവും അമ്പലത്തിൽ വരലുണ്ടോ? ഇല്ല. നമ്മളെ കൊണ്ടുവരണമെങ്കിൽ ഒരാൾ കൂട്ട് വേണം. നമ്മൾ മക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം തനിയെ 2 വയസ്സായവരും കൂടെ വന്നിരിക്കുകയാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? കേരളത്തിന്റെ തെക്കേറ്റം പാറശാല. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ബാക്കി വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇടുന്നുണ്ടോ പൊങ്കാല? വീട്ടിൽ എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്. കരമന എൻ്റെ മോളുണ്ട്. എൻ്റെ മോളിവിടെ കരമന സിറ്റിയിലുള്ള കോട്ടൺ സ്കൂളിലെ LP സ്കൂളിലെ HM-ആണ്. അങ്ങനെ അവരൊക്കെ വന്നിടും. എൻ്റെ കൊച്ചുമോളിടും. ആറ്റുകാൽ അമ്മേനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ കുറേ പൊങ്കാല ഇടണമെങ്കിൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ യാഥാർത്ഥ്യമാവുന്നതുകൊണ്ടാണല്ലോ വീണ്ടും ആ വിശ്വാസം കൂടുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കും അതെല്ലാം സാധിച്ചു തരുന്നതാണ് അമ്മ. നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കും. പക്ഷെ നമ്മുടെ മനസ്സും അതുപോലെ ആയിരിക്കണം. നമ്മൾ അമ്മയുടെ എന്തെങ്കിലും ചോദിച്ചിട്ട് വാങ്ങി വേറൊരാളിനെ ദുഷിച്ച രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായിട്ട് എല്ലാം നമുക്ക് നേടണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മളെ ഭാവിയിലെ മക്കളെ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാം നല്ലതായിട്ട് ചെയ്യണം. അടുത്ത വട്ടത്തെ പൊങ്കാല ഇടണം എന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ വരാൻ പറ്റൂല. വേറെ കടയിൽ അല്ലാതെ പൊങ്കാല ഇടാതെയും വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ വരണമെന്ന് തോന്നുമ്പോഴങ്ങ് വരും. അമ്മയെ തൊഴും. അമ്മേരെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. നമ്മൾ 1000 ദിവസം വന്ന് കുമ്പിടുന്നതിന് തുല്യമാണ് ഒരു ദിവസം ഇവിടുത്തെ അന്നദാനം കഴിഞ്ഞു. അത് ഇവിടുത്തെ എന്നല്ല, ഏത് ക്ഷേത്രത്തിലെ അന്നദാനത്തിനും അതിൻ്റെതായ കുബേരൻ, കുചേലൻ, ഭിക്ഷക്കാരൻ എല്ലാവരും ഒരേ സദ്യ ഉണ്ണയാണ്. അവിടെയാണ് ദൈവികമായ ദൈവത്തിൻ്റെ ശക്തിയുള്ളത്. മനസ്സിലായ? അതുകൊണ്ട് ഒരു നേരം അന്നദാനം കഴിക്കാൻ വേണ്ടി നമ്മൾ അമ്മയുടെ നടയിൽ വന്നു. അപ്പം അന്നദാനം കഴിച്ചിട്ട് നിൽക്കുകയാണ്.